ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന പോമാണ്. ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ ആണ്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് നോക്കാം. ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് എ കോമൺ മാൻ പ്രൊവൈഡ്സ് എൻ എക്സാമ്പിൾ ഓഫ് പെർസിസ്റ്റൻസ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്. ലെറ്റ്സ് റീഡ് എ പോം അബൌട്ട് സച്ച് എ മാൻ. അതായത് ഒരു കോമൺ മാൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? എക്സാമ്പിൾ ഓഫ് പെർസിസ്റ്റൻസ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരത, അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യനിർവഹണം. ഓക്കെ, അപ്പം എന്താണ് പെർസിസ്റ്റൻസിൻ്റെയും അതേപോലെ അക്കംപ്ലിഷ്മെൻറ്റിൻ്റെയും എക്സാമ്പിളാണ് ഒരു കോമൺ മാൻ്റെ ജീവിതവും വർക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊരു കാര്യമാണോ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്ഥിരത നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ആ ഒരു ജോലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ മാക്സിമം നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളത് പകുതി വഴിയിൽ ഇട്ട് കളയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അലസത കാണിക്കുകയോ മടി കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല സക്സസ് നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. മറിച്ച് നമ്മൾ അധ്വാനിക്കുക, ആ ഒരു പേഴ്സിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സക്സസ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ലെറ്റ്സ് റീഡ് എ പോം അബൌട്ട് സച്ച് എ മാൻ. അത്തരത്തിലുള്ള ഒരാളുടെ പോമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. നമ്മളുടെ പോയത്തിൻ്റെ പേര് ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്നാണ്. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, അതാരാണ്? ആലയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊല്ലനെയാണ് നമ്മൾ കാണുന്നത്. കത്തി, വാക്കത്തി, അതേപോലെ പിച്ചാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ, അതാണ് കൊല്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പോയത്തിലേക്ക് വരാം. ഫസ്റ്റ് ആൻസർ നോക്കാം. അണ്ടർ എ സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ ദ വില്ലേജ് സ്മിതി സ്റ്റാൻഡ്സ്. അപ്പോൾ ചെസ്നട്ട് ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യയോഗ്യമായ കുരുവുള്ള ഒരു മരം, അതിനെയാണ് നമ്മൾ ചെസ്നട്ട് ട്രീ എന്ന് പറയുക. സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ ആണ്. അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള വലിയൊരു ചെസ്നട്ട് ട്രീ ആണ്. അതിൻ്റെ താഴെ അണ്ടർ എ സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ താഴെയാണ് എന്തുള്ളത്? ദ വില്ലേജ് സ്മിതി സ്റ്റാൻഡ്. സ്മിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലൻ്റെ ആല. ഓക്കെ, അതായത് കൊല്ലൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ആല എന്ന് പറയുക കേട്ടോ. അപ്പം അവിടെ എന്താണ്, ഒരു ചെസ്നട്ട് ട്രീൻ്റെ താഴെ ആയിട്ടാണ് ഈ ഒരു എന്തുള്ളത്, കൊല്ലൻ്റെ ആലയുള്ളത്. ദ സ്മിത്ത് എ മൈറ്റി മാൻ ഈസ് ഹീ. സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? കൊല്ലൻ അല്ലേ. എ മൈറ്റി മാൻ ഈസ് ഹീ. അപ്പം അദ്ദേഹം ഒരു മൈറ്റി മാൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബലവാനായിട്ടുള്ള ആളാണ്. നമുക്കറിയാം കൊല്ലന് നല്ല കരുത്തുണ്ടാവും അല്ലേ, കൈകളൊക്കെ നല്ല ഉരുക്ക് പോലെ ആയിരിക്കും. അപ്പം എന്താണ്, അദ്ദേഹം വളരെ ബലവാനായിട്ടുള്ള ഒരു ആളാണ്. വിത്ത് ലാർജ് ആൻഡ് സിന്നി ഹാൻഡ്സ്. സിന്നി ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കരുത്തുള്ള, വലിയ നല്ല കരുത്തുള്ള കൈകളാണ് അദ്ദേഹത്തിന് ഉള്ളത്. ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ്. ബ്രൗണി ആംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവിട്ട് നിറത്തിലുള്ള കൈകൾ. ആ കൈകളിലുള്ള മസിൽസ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. അയൺ ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ദണ്ട്. അപ്പം എന്താണ്, തവിട്ട് നിറത്തിലുള്ള ആ കൈകളിലുള്ള മസിൽസ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അയൺ ബാൻഡ്സ് പോലെ, ഇരുമ്പ് ദണ്ട് പോലെ കരുത്തുറ്റതാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹിസ് ഹെയർ ഈസ് ക്രിസ്പ് ആൻഡ് ബ്ലാക്ക് ആൻഡ് ലോങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുടി എങ്ങനെയുള്ളതാണ്? ക്രിസ്പ്. ക്രിസ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരുപരുത്ത, എണ്ണമയമൊന്നും ഇല്ലാത്ത പരുപരുത്ത മുടിയാണ്. ആൻഡ് ബ്ലാക്ക്, നല്ല കറുത്ത കളറുള്ള മുടിയാണ്. ആൻഡ് ലോങ്, നല്ല നീളവുമുണ്ട്. ഹിസ് ഫേസ് ഇസ് ലൈക്ക് ദ ടാൻ. അദ്ദേഹത്തിൻ്റെ ഫേസ് എങ്ങനെയാണുള്ളത്? ടാൻ അടിച്ചിട്ടുണ്ട്. അതായത് ആലയിൽ വളരെയധികം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ടാൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസിൽ, അതായത് തവിട്ട് നിറത്തിലായിട്ടുണ്ട് ഫേസ് എന്നാണ് പറയുന്നത്. ഹിസ് ബ്രോ ഈസ് വെറ്റ് വിത്ത് ഓണസ്റ്റ് സ്വെറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രോ, അതായത് എന്താണ്, പുരികമൊക്കെ ഇങ്ങനെ വിയർത്തിട്ടുണ്ട്. വിത്ത് ഓണസ്റ്റ് സ്വെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, വളരെ സത്യസന്ധമായിട്ടുള്ള വിയർപ്പ് കണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബ്രോയ്സിൽ ഉള്ളത്, അതായത് പുരികത്തിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരണം എന്താണ്, അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്, സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആളാണ്. സോ അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള വിയർപ്പ് കണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബ്രോയിൽ ഉള്ളതെന്നാണ് പറയുന്നത്. ഹി ഏൺസ് വാട്ട് എവർ ഹി ക്യാൻ. ഇവിടെ സ്പെല്ലിങ് സി ആണ് കൊടുത്തിട്ടുള്ളത്, അവിടെ ഇ ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഹി ഏൺസ് വാട്ട് എവർ ഹി ക്യാൻ. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ സമ്പാദിക്കുന്നുണ്ട്. എന്ത്
ഒരു ആവശ്യം ഉണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ലുക്സ് ദ ഹോൾ വേൾഡ് ഇൻ ദ ഫേസ്, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ലോകത്തെ അദ്ദേഹം നോക്കിക്കാണുന്നത്. ഫോർ ഹി ഓസ് നോട്ട് എനി മാൻ, ഓസ് എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുക, അദ്ദേഹം ആരോടും ഒന്നിനും കടപ്പെട്ടിരിക്കുന്നില്ല. കാരണം അദ്ദേഹം സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് എല്ലാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. കാരണം സ്വന്തം അധ്വാനത്തിൽ നിന്നാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആരോടും കടപ്പെട്ടിരിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. വീക്ക് ഇൻ വീക്ക് ഔട്ട് ഫ്രം മോൺ ടിൽ നൈറ്റ് യു ക്യാൻ ഹിയർ ഹിസ് ബ്ലോ. എന്താണ് വീക്ക് ഇൻ വീക്ക് ഔട്ട്? അതായത് ആഴ്ചയിൽ മുഴുവൻ എല്ലാ ദിവസവും ഫ്രം മോൺ ടിൽ നൈറ്റ്, എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണ്? രാവിലെ മുതൽ രാത്രി വരെ. യു ക്യാൻ ഹിയർ ഹിസ് ബെലോസ് ബ്ലോ, അതായത് കൊല്ലൻ്റെ ആലയിൽ നിന്ന് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയും. എന്തിൻ്റെയൊക്കെയാണ്? ആ ഊതുന്ന ശബ്ദവും അല്ലാതെ ഇങ്ങനെ അടിക്കുന്ന ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. യു ക്യാൻ ഹിയർ ഹിം സ്വിം ഹിസ് ഹെവി സ്ലഡ്ജ്. ഇവിടെ സ്വിങ് എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ കേൾക്കാൻ പറ്റുന്നത്? വലിയ ചുറ്റിക കൊണ്ട് ഇരുമ്പിങ്ങനെ അടിച്ചാണല്ലോ കത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു അടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. വിത്ത് മെഷേർഡ് ബീറ്റ് ആൻഡ് സ്ലോ ലൈക്ക് എ സെക്സ്റ്റൺ റിങ്ങിങ് ദ വില്ലേജ് ബെൽ വെൻ ദ ഈവനിങ് സൺ ഈസ് ലോ. എന്താ പറയുന്നത്? ഈവനിങ് സൺ ഇസ് ലോ. അപ്പോൾ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാറാവുന്ന സമയത്താണ് ഉള്ള കാര്യമാണ് പറയുന്നത്. എന്താണ്? സെക്സ്റ്റൺ റിങ്ങിങ് ദ വില്ലേജ് ബെൽ, അതായത് കപ്പ്യാർ മണി അടിക്കില്ലേ, അത് കൃത്യമായ സമയത്താണ് അടിക്കുക, കൃത്യമായ ഒരു താളത്തിലാണ് അടിക്കുക. അതേപോലെയാണ് കൊല്ലൻ്റെ ആലയിൽ നിന്നുള്ള ശബ്ദം കേൾക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് സന്ധ്യാസമയത്തുള്ള കാര്യമാണ് പറയുന്നത്. 4th പാരഗ്രാഫ് നോക്കാം. ആൻഡ് ചിൽഡ്രൻ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ ലുക്ക് ഇൻ അറ്റ് ദ ഓപ്പൺ ഡോർ. വൈകുന്നേരം സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾ, ചിൽഡ്രൻ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ, അവരെന്ത് ചെയ്യും? ലുക്ക് ഇൻ അറ്റ് ദ ഓപ്പൺ ഡോർ, ആലയുടെ തുറന്ന ആ വാതിലിലൂടെ അകത്തേക്ക് നോക്കും. ദേ ലവ് ടു സീ ദ ഫ്ലെയിമിങ് ഫോർജ്, അവർക്ക് ആ ഒരു തീയൊക്കെ ഇങ്ങനെ കത്തുന്നതും അതേപോലെ ആ ഊതുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഹിയർ ദ ബെല്ലോസ് റോർ, അതേപോലെ ഇങ്ങനെ അടിക്കുന്ന ആ ഒരു അലർച്ചയുണ്ടല്ലോ, ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിക്കുന്ന ആ ഒരു അലർച്ച കേൾക്കാനും അവർക്ക് വളരെ ഇഷ്ടമാണ്. ആൻഡ് ക്യാച്ച് ദ ബേണിംഗ് സ്പാർക്സ് ദാറ്റ് ഫ്ലൈ ലൈക്ക് ചാഫ് ഫ്രം ദ ത്രഷിംഗ് ഫ്ലോർ. ത്രഷിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെതിക്കാനുള്ള സ്ഥലം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കറ്റയൊക്കെ മെതിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കതിരിങ്ങനെ തെറിച്ചു പോകും. കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ കറ്റ മെതിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നിന്ന് കതിര് തെറിച്ചു പോകും. അതേപോലെയാണ് ഇവർ ഈ ഒരു ആലയിൽ നിന്ന് ഇങ്ങനെ സ്പാർക്സ് ഉണ്ടാവും, തീപ്പൊരികളുണ്ടാവും. ആ തീപ്പൊരികൾ ഇങ്ങനെ പറന്ന് പോകും. അത് എന്തുപോലെയാണെന്നാണ് പറയുന്നത്? ഈ കറ്റ മെതിക്കുന്ന സമയത്ത് കതിര് തെറിച്ചു പോകുന്നത് പോലെ അല്ലെങ്കിൽ പറന്നു പോകുന്ന പോലെ ഈ ആലയിൽ നിന്ന് ഇങ്ങനെ സ്പാർക്സ്, അതായത് തീപ്പൊരികൾ ഉണ്ടാവും. അത് കുട്ടികൾ പിടിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റാൻസയിൽ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കുട്ടികൾ ആലയിൽ കാണുന്ന കാഴ്ചകളും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അവർ ആ ഒരു തുറന്ന വാതിലിലൂടെ ആലയിലേക്ക് നോക്കും. അപ്പോൾ അവർ അവിടെ ഊതുന്ന കാഴ്ചയും അതേപോലെ ആ ഒരു അടിക്കുന്ന ശബ്ദമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കറ്റ മെതിക്കുമ്പോൾ കതിര് തെറിച്ച് പോകുന്ന പോലെ ആ ഒരു ആലയിൽ നിന്നുണ്ടാവുന്ന തീപ്പൊരികളൊക്കെ പിടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. സോ ഈ ഒരു പോയം ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു നിൽക്കുന്നത്. 4 സ്റ്റാൻസേഴ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള 4 സ്റ്റാൻസേഴ്സ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.